ഓണം ബോക്സ് ഓഫീസിൽ വാറിൽ വലിയൊരു ട്വിസ്റ്റ്. ദുൽഖർ സൽമാന്റെ അയാം ഗെയിം ഓണം റേസിൽ നിന്ന് പുറത്തായി. ഓഗസ്റ്റ് 20 എത്തേണ്ടിയിരുന്ന സിനിമ ഇനി സെപ്റ്റംബർ 3. അപ്പോൾ ഇനി ഈ ഓണം പൃഥ്വിരാജ് വേഴ്സസ് നിവിൻ. പക്ഷെ ഡിക്ക് എന്തിനാണ് ഡേറ്റ് മാറ്റിയത്? അയാം ഗെയിം ഓഗസ്റ്റ് 20 റിലീസ് ചെയ്യാനായിരുന്നു നേരത്തെ പ്ലാൻ. അതേസമയത്ത് പൃഥ്വിരാജിന്റെ ഖലീഫയും ഓണം റിലീസായി എത്തുന്നു. പിന്നാലെ നിവിൻ പോളിയുടെ ബത്ലഹേം കുടുംബ യൂണിറ്റ് കൂടി വരുന്നു. അതായത് 3 വലിയ മലയാളം മൂവീസ്, 3 വലിയ സ്റ്റാർസ്, ഒരേ ഫെസ്റ്റിവൽ സീസൺ. പക്ഷെ ഇപ്പോൾ ഇക്വേഷൻ കംപ്ലീറ്റ്ലി മാറി. അയാം ഗെയിം മേക്കേഴ്സ് പറയുന്ന പ്രധാന കാരണം വൈഡർ പാൻ ഇന്ത്യൻ തിയേറ്ററിക്കൽ റിലീസ്. മലയാളം മാത്രമല്ല, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ മാർക്കറ്റ്സിലും സിനിമ കൂടുതൽ വലിയ രീതിയിൽ എത്തിക്കാനാണ് പുതിയ റിലീസ് ഡേറ്റ്. അതുകൊണ്ട് സെപ്റ്റംബർ 3 മാറ്റിയെന്നാണ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ്. ഇനി ഇതിന്റെ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി ആരായിരിക്കും? ഖലീഫ. കാരണം ഓഗസ്റ്റ് 20 ഡയറക്റ്റ് കോമ്പറ്റീഷൻ കുറയുകയാണ്. മോർ സ്ക്രീൻസ്, മോർ ഷോസ് ആൻഡ് ഒബ്വിയസ്ലി മോഹൻലാൽ ക്യാമിയോ എന്ന എക്സ്ട്രാ ഹൈപ്പ്. അപ്പോൾ പൃഥ്വിരാജിന് ഖലീഫയ്ക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് കിട്ടിയെന്ന് പറയാം. പക്ഷെ നിവിൻ പോളിയുടെ ബത്ലഹേം കുടുംബ യൂണിറ്റിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഖലീഫ് ഒരു ആക്ഷൻ ഹെവി മാസ് എക്സ്പീരിയൻസ് ആണെങ്കിൽ ബത്ലഹേം ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൂവിയാണ്. അതുകൊണ്ട് രണ്ടിനും ഡിഫറെന്റ് ഓഡിയൻസ് സെഗ്മെന്റ്സ് പിടിക്കാൻ കഴിയുമെന്നതാണ് ഇൻട്രസ്റ്റിംഗ്. പക്ഷെ ദുൽഖറിന്റെ ഡെസിഷൻ ശരിക്കും സ്മാർട്ട് മൂവ് ആണോ? എന്റെ അഭിപ്രായത്തിൽ അതെ. ഓണത്തിൽ 3 വലിയ സിനിമകളുടെ ഇടയിൽ സ്ക്രീൻ സ്പേസ് ഫൈറ്റ് ചെയ്യുന്നതിനേക്കാൾ സെപ്റ്റംബർ 3 കമ്പാരിറ്റീവ്ലി ക്ലീനർ വിൻഡോ കിട്ടുന്നത് അയാം ഗെയിമിന് വലിയ അഡ്വാൻറ്റേജ് ആകും. അതും പാൻ ഇന്ത്യൻ റിലീസാണ്. അപ്പോൾ ഓണം 2026 ഇക്വേഷൻ ഇപ്പോൾ ഖലീഫ വേഴ്സസ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഡിക്ക് മീൻവെൽ സെപ്റ്റംബർ 3 തിരിച്ചെത്തും. പക്ഷേ ചോദ്യം, അയാം ഗെയിം മാറ്റിയത് സ്മാർട്ട് സ്ട്രാറ്റജിയാണോ അതോ ഓണം നഷ്ടപ്പെടുത്തിയ വലിയ മിസ്റ്റേക്ക് ആണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. പൃഥ്വിരാജാണോ നിവിനാണോ ഓണം ബോക്സ് ഓഫീസ് കിങ്?